ബഷീർ ഇങ്ങനെ നമുക്ക് നമ്മുടെ പതിവ് രീതികൾ വെച്ച് അളക്കാൻ കഴിയുന്ന എഴുത്തുകാരനായിരുന്നില്ല. നമ്മുടെ പതിവ് മാനദണ്ഡങ്ങളനുസരിച്ച് ബഷീർ എവിടെ പോയി, എപ്പോൾ പോയി, ഇതൊക്കെ ശരിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബഷീർ നമ്മൾ പതിവായി വിശ്വസിക്കുന്ന കണക്കിൻ്റെ ഭാഷയിലോ നമ്മുടെ ദൈനംദിന വ്യവഹാരത്തിൻ്റെ ഭാഷയിലോ ചിന്തിക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്ത ആളായിരുന്നില്ല. അതുകൊണ്ടാണ് ബഷീറിന് നമ്മൾ വെള്ളപ്പൊക്കത്തിലും ഓർക്കേണ്ടി വരുന്നത്. 2018 കേരളത്തിൽ വലിയ വെള്ളപ്പൊക്കം ഉണ്ടായ സമയത്ത് നമ്മൾ ബഷീറിനെ ഓർക്കുന്നത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബഷീർ കാലത്തെ അതിവർത്തിച്ചുകൊണ്ട്, സ്ഥലകാലങ്ങളെ അതിവർത്തിച്ചുകൊണ്ട് ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ആ ചിന്തകളുടെ വെളിച്ചം എഴുത്തിൻ്റെ രീതിയിൽ ആവിഷ്കരിക്കുകയും ചെയ്തിട്ടുള്ള മഹാപ്രതിഭയായതുകൊണ്ട്